ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പസിലുകളാണ്. അപ്പോൾ ലൈൻ പസിലാണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പസിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ 9 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവർ ടാസ്ക് ഈസ് ടു ഗോ ത്രൂ ഓൾ ദ ഡോട്ട്സ്, എല്ലാ ഡോട്ട്സ് കൂടിയും കടന്നു പോകുന്ന ലൈനുകൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് റൂളുകളുണ്ട്. വെറുതെ വരച്ചാൽ പോരാ. റൂൾ എന്തുണ്ടെന്ന് പറഞ്ഞാൽ യൂസിങ് ഓൺലി 4 സ്ട്രെയിറ്റ് ലൈൻസ്, 4 സ്ട്രെയിറ്റ് ലൈനിലൂടെ മാത്രമാണ് 4 സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണ് വരയ്ക്കാൻ പാടുള്ളൂ. എന്നിങ്ങനെ നമുക്ക് ചെരിച്ചും അങ്ങനെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ഇങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ലൈൻ ഹാസ് ടു സ്റ്റാർട്ട് വേർ ദ ലാസ്റ്റ് വൺ എൻഡ്സ്. എന്നുണ്ടെങ്കിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കാം, അവിടെ നിന്ന് തന്നെ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണം, അവിടെ നിന്ന് തന്നെ തേർഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വേണം. അപ്പോൾ ഒരു ലൈനിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത് കാണുന്നില്ല, അത് നമുക്ക് ഇതുകൊണ്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് തന്നെ നമ്മൾ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ 2 ലൈനായി. മൂന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ മേലേക്ക് വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡോട്ട് ബാലൻസ് ആയിട്ട് വന്നു. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ 1 2 3 4 എണ്ണം വരച്ചു, ഒരു ഡോട്ട് ബാലൻസ് ആയിട്ട് വന്നു. അപ്പോൾ ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. മീൻസ് അപ്പോൾ നമ്മുടെ ഒരു ഡോട്ട് കടന്നു പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ വരച്ച് നോക്കാം. അപ്പോൾ നേരെ വരയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിന് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അപ്പോഴും നമ്മുടെ ഒരെണ്ണോടെ ബാലൻസ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ രീതിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് നേരെ മേലിലേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ വരയ്ക്കണം, മനസ്സിലായോ? ഇവിടെ നിന്ന് തന്നെ ലെൻഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈനിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ എൻഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇപ്പം എല്ലാ ലൈനിൽ കൂടെയും ക്രോസ് ആയോ? ടോട്ടൽ നമ്മൾ 1 2 3 4 ആണോ യൂസ് ചെയ്തുള്ളത്? ഇതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ എല്ലാ രീതിയിലും ചെക്ക് ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് മാക്സിമം എല്ലാ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് നേരെ മേലേക്ക് വരച്ച് ഇതിനോട് ഈക്വലായിട്ട് വന്ന് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അടിയിലേക്ക് വരച്ച് ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ എല്ലാ 9 ഡോട്ട്സും കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്